സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യെശയ്യാവിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 2-ാം വാക്യം മുതൽ വായിക്കുകയാണ്. ശ്രദ്ധിക്കുക. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളിച്ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. യഹോവ അരുളിച്ചെയ്യുന്നു, ദൈവം അരുളിച്ചെയ്യുന്നു, എന്നാൽ മനുഷ്യൻ കേൾക്കുന്നില്ല. ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ മനുഷ്യന് മനസ്സില്ല. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾ നാം മനസ്സിലാക്കും. ദൈവത്തിന്റെ വചനം കേട്ടാൽ നമ്മുടെ സാഹചര്യം നാം മനസ്സിലാക്കും. നാം ജ്ഞാനം പ്രാപിക്കാനിടയാകും. നാം സംതൃപ്തരായിരിക്കും. എന്നാൽ ഇന്നുള്ളതായ മനുഷ്യർ ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നില്ല. എപ്പോഴും ടി വിയിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാർ പറയുന്നതാണ് കേൾക്കുന്നത്. ദുഷ്ടന്റെ വാക്കുകൾ കേൾക്കുന്നു, പിശാചിന്റെ വാക്കുകൾ കേൾക്കുന്നു. ദൈവം ആദാമിനോടും ഹവ്വയോടും സംസാരിച്ചു, ഇതാ ഈ ഏദൻ തോട്ടം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സകല സൃഷ്ടിയും നടത്തിയത്. ഈ ചെടികളും പൂക്കളും ഫലങ്ങളും ഈ പക്ഷികളും ആകാശവും മനോഹരമായ ഈ ഭൂമിയും ഈ നദികളും ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളിവിടെ സന്തോഷത്തോടെ കഴിയുക. ഈ ഏദൻ തോട്ടത്തിൽ നിങ്ങൾ ആനന്ദത്തോടെ ആയിരിക്കുക, അനുഗ്രഹിക്കപ്പെടുക, ഇഷ്ടമുള്ളത് ഭക്ഷിക്കുക. ഇവിടെ മാങ്ങാപ്പഴമുണ്ട്, ആപ്പിളുണ്ട്, മുന്തിരിങ്ങയുണ്ട്, ഓറഞ്ചുണ്ട്, പിന്നെന്താണ് മാതള നാരങ്ങ. പിന്നെന്താണ്? നിങ്ങൾ യഥാർത്ഥത്തിൽ പഴങ്ങൾ കഴിക്കുന്നുണ്ടോ? നിങ്ങൾ പഴവർഗ്ഗങ്ങൾ കഴിക്കാത്തത് കൊണ്ടാണ് വിറ്റമിൻസിന്റെ കുറവൊക്കെ ഉണ്ടാകുന്നത്, അസുഖം ഉണ്ടാകുന്നത്. എപ്പോഴും മാംസ്യം 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 എന്ന് പറഞ്ഞ് ഏതു സമയം അതാണ് കഴിക്കുന്നത്. നിങ്ങൾ വൈറ്റമിൻസ് ഉള്ള ഫുഡ് നിങ്ങൾ കഴിക്കുന്നില്ല. ഗ്രാമങ്ങളിലെ സ്ഥിതിയും അത് തന്നെ, പട്ടണങ്ങളിലെ സ്ഥിതിയും അത് തന്നെ. പഴം വാങ്ങാൻ എൻ്റെ പണമില്ലെങ്കിൽ ഒരു തൈ നീ വെച്ച് പിടിപ്പിക്കുക. ഒരു മാവിൻ തൈ നട്ടുവെക്കുക. നിന്റെ മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കളെങ്കിലും കഴിക്കും. അങ്ങനെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പച്ചക്കറി തൈകൾ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വെച്ചു പിടിപ്പിക്കുക. അല്ലാതെ പണമില്ലെന്ന് പറയുന്നത് എന്തിനാണ്? ദൈവം അവർക്ക് സകലതും കൊടുത്തിട്ട് പറഞ്ഞു, ഈ തോട്ടത്തെ നിങ്ങൾ വാഴുക, ഈ തോട്ടം നിങ്ങൾ കാക്കേണ്ടതാണ്, നിങ്ങൾ ഫലം കായ്ക്കണം, സകലത്തെയും നിങ്ങളുടെ കീഴിൽ വയ്ക്കണം, നിങ്ങൾ ഈ തോട്ടത്തെ കാത്ത് പരിപാലിക്കണം. ദൈവം പറഞ്ഞു, ഞാൻ സകലതും നൽകാം, നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതിയെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ദൈവം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഏത് വൃക്ഷത്തിൻ്റെ ഫലവും കഴിക്കാം, എന്നാൽ ഈ തോട്ടത്തിൻ്റെ മധ്യയിൽ നിൽക്കുന്നതായ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം കഴിക്കരുത്. ഇവിടെ ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലമുണ്ട്, വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കഴിക്കാം. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം മാത്രം കഴിക്കരുത്. നന്മ തിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ വൃക്ഷഫലം കഴിക്കരുത്. ബാക്കിയുള്ള ഏത് പഴവും നിങ്ങൾക്ക് കഴിക്കാം എന്ന് ദൈവം പറഞ്ഞപ്പോൾ ആദാമും ഹവ്വയും ദൈവത്തിൻ്റെ വാക്ക് കേട്ടോ? പിശാചിൻ്റെ വാക്കാണോ കേട്ടത്? പിശാച് വന്ന് എന്താണ് പറഞ്ഞത്? അരേ, ദൈവം വാസ്തവമായിട്ടും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടോ? ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്നറിയാമോ? നിങ്ങൾ ആ പഴം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അത് ദൈവത്തിനറിയാം, അതുകൊണ്ടാണ്. കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ കഴിക്കുമെന്ന് ദൈവം പറഞ്ഞു. ഒരിക്കലുമില്ല, ഞാൻ പറയുന്നല്ലോ, നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല. പിശാച് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല എന്ന്, ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കുമെന്ന്. അപ്പോൾ ഈ മനുഷ്യർ ആരുടെ വാക്കാണ് കേട്ടത്? ആരുടെ വാക്കാണ് കേൾക്കുന്നത്? നമ്മൾ ആരുടെ വാക്ക് കേൾക്കുന്നു? മോളെ, എപ്പോഴും ടി വി കാണല്ലേ, നിനക്ക് അത് ശരിയല്ല. എപ്പോഴും എന്തിനാണ് ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത്? ടി വി കണ്ടാൽ അത് നല്ല അറിവ് കിട്ടും. എന്നാണ് കിട്ടുന്നത്? നല്ല ജ്ഞാനം കിട്ടും. ആരെ എങ്ങനെ വഞ്ചിക്കണം, എങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കണം, എങ്ങനെ പണം തട്ടിയെടുക്കണം, എങ്ങനെ മോഷണം നടത്തണം. സിനിമ കാണുമെങ്കിൽ ഫൈറ്റിംഗ് പഠിക്കുമെന്നാണ്. ഡിഷും എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുവാൻ കഴിയുമെന്നാണ് പറയുന്നത്.
അത് സിനിമയുണ്ട്, ഒരാൾ 10 പേരെ ഇടിക്കാനിടയാകും. അതുകൊണ്ട് നീ അങ്ങനെ ചെന്നാൽ 10 പേർ നിന്റെ കായും കാലും തല്ലി ഓടിക്കാനിടയാകും. TV-യിലും അതുപോലെ തന്നെ സിനിമയിലും കാണുന്ന ജീവിതത്തിനും യഥാർത്ഥ ജീവിതത്തിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്നുള്ള മനുഷ്യർ പിശാചിന്റെ വാക്കാണ് കേൾക്കുന്നത്, അല്ലാതെ ദൈവത്തെ കേൾക്കുന്നില്ല. മദ്യപിക്കരുതെന്ന് പറയുമ്പോൾ എന്താണ്? മദ്യപിച്ചാൽ കുഴപ്പമെന്ന് പറയുന്നു. കാണരുത് എന്ന് പറഞ്ഞാൽ ഹായ്, എന്താണത്? കണ്ടാൽ കുഴപ്പമെന്ന് പറഞ്ഞ് അത് തന്നെ കാണുന്നു. അതുകൊണ്ട് മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു? പിശാചിന് കീഴടങ്ങിപ്പോകുന്നു. ഈ പഴം തിന്നരുതെന്ന് പറഞ്ഞ സമയത്ത് ഹൗവ അങ്ങോട്ട് പോകാനിടയായി. ഏതായാലും പോയ സമയത്ത് ഭർത്താവിനെ കൂടെ കൊണ്ടുപോകാമായിരുന്നു. ഭർത്താവിനെ വരൂ നമുക്ക് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ഉറക്കിയിട്ട് ഇവൾ പോയി. എവിടേക്കാണ് കടന്നു പോയത്? ദൈവം തിന്നരുതെന്ന് പറഞ്ഞതായ ആ ഫലവൃക്ഷത്തിൻ്റെ അടുക്കലേക്ക്. നോക്കുക, എന്താണ് വചനം പറയുന്നത്? നിനക്ക് ദോഷമായി തോന്നുന്നതിനെ വിട്ട് നിൽക്കുക. ഞാൻ യഥാർത്ഥത്തിൽ മദ്യപിക്കാനല്ല അങ്ങോട്ട് പോയത്. വെറുതെ അതിലെ പോയ സമയത്ത് മണം വന്നപ്പോൾ അങ്ങനെ വെറുതെ നോക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അവിടെ നിന്നൊരാൾ എന്നെ വിളിച്ചു. അങ്ങനെ അറിയാതെ പോയി. അവിടെ ചെന്നിട്ട് അറിയാതെ കുടിച്ചു. ഇപ്പോൾ എനിക്കത് ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല എന്നൊരാൾ പറഞ്ഞു. ശരി, ഇപ്പോഴെങ്കിലും മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദിവസം അവിടെ തന്നെ കണ്ടു. എന്തിനാണ് പിന്നെ നീ കുടിച്ചെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, എന്തു ചെയ്യാനാണ് ബ്രദർ, പിശാചിനെ പരീക്ഷിക്കുകയാണ്. അവൻ വലിയൊരു ദുഷ്ടനാണ്. ഏത് സമയത്തും ചിലരിങ്ങനെ പിശാചിനെ കുറ്റം പറയും. നോക്കുക, പിശാച് നാം ഇടം കൊടുത്തിട്ടല്ലാതെ ഒരിക്കലും നമ്മെ കീഴടക്കുവാനോ പരീക്ഷിക്കാനോ വരില്ല. അത് കേട്ടിട്ട് ആ ദേവദാസൻ പറയുകയുണ്ടായി, ഇനിയും പിശാച് പരീക്ഷിക്കാൻ വരുമ്പോൾ പിശാചേ ദൂരോട്ട് പോകൂ എന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ 3-ാം ദിവസം വീണ്ടും മദ്യപിച്ചിട്ട് കണ്ടു. എന്താണ് പിന്നെയും മദ്യപിച്ചത്? എന്തു പറയാൻ, പിശാച് എന്നെ പിന്നെയും പരീക്ഷിച്ചു. പിശാചെ എന്നെ വിട്ട് ദൂരെ പോകുന്നു നീ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. അപ്പോൾ പിശാച് പോയപ്പോൾ എന്നെ പിടിച്ച് തള്ളി. ഞാൻ ചാരായ ഷാപ്പിലോട്ടാണ് നേരെ വന്ന് വീണത്. എന്തെല്ലാം ഉപായങ്ങളാണ് പറയുന്നത് ഇവർ. നോക്കുക, പിശാചിന്റെ കയ്യിലകപ്പെട്ടാൽ നീ ചാരായ ഷാപ്പിൽ പോയി വീഴും. എന്താണ്? പരസ്ത്രീ വ്യാമോഹത്തിൽ വീഴാനിടയാകും. കള്ളം പറയുന്നതായ സ്വഭാവം ഉണ്ടാകാനിടയാകും. പറയുക, ആരെങ്കിലും ഒരു പ്രാവശ്യം കള്ളം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിതത്തിൽ കള്ളം പറയാതെ ഇരിക്കുമോ? ഒരു പ്രാവശ്യം കള്ളം പറഞ്ഞ വ്യക്തി ആ കള്ളത്തെ കവർ ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു കള്ളം പറയും. അതിനെ മൂടി വയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു കള്ളം പറയും. അത് മറയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു കള്ളം പറയും. അവസാനം കള്ളം പറയുക എന്നത് മനുഷ്യന് പച്ചവെള്ളം കുടിക്കുന്നത് പോലെയാകും. എങ്ങനെയാണ് പച്ചവെള്ളം എങ്ങനെയാണ് കുടിക്കുന്നത്? ചായ കുടിക്കുന്നത് പോലെ അങ്ങനെയാണ് കുടിക്കുന്നത്. വെള്ളമെടുത്ത് മടുപെടാന്ന് കുടിക്കുവാനിടയാകും. എന്താണ്? ചിലർ അങ്ങനെയാണ് കള്ളം പറയുന്നത്. ഭാര്യയെ വഞ്ചിക്കുന്നു, എന്നിട്ട് കള്ളം പറയുകയാണ് ചെയ്യുന്നത്. എൻ്റെ മാതാപിതാക്കളെ ഞാൻ പറ്റിക്കുന്നു, എൻ്റെ ഗുരുജനങ്ങളോട് കള്ളം പറയുന്നു. എത്ര കാലം ഇങ്ങനെ ജീവിച്ചു പോകാൻ എനിക്ക് കഴിയും? ഏതെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെടാനിടയാകും. ഇത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നതിന് പകരമായിട്ട് വീണ്ടും ഒരു കള്ളം, വീണ്ടും ഒരു കള്ളം. അവസാനം അവൻ്റെ ജീവിതം മുഴുവനും കള്ളത്തരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിശാചിൻ്റെ വാക്ക് കേൾക്കുന്നവൻ കള്ളനാണ്. കാരണമെന്ന് വെച്ചാൽ പിശാച് കള്ളൻ്റെ അപ്പനാണ്. അവൻ ആദ്യം മുതൽ തന്നെ കള്ളം പറയുന്നവനാണ്. യേശുക്രിസ്തു എന്നാൽ സത്യമാകുന്നു. ആരെങ്കിലും പറയുകയാണ് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കള്ളം പറയുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? പരീശന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ കള്ളന്മാരാകുന്നു, നിങ്ങൾ പിശാചിന്റെ സന്തതികൾ ആകുന്നു എന്ന് പറയാനിടയായി. കള്ളം പറയുന്നവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ നിങ്ങൾ കൈ ഉയർത്തുമോ? ഞാൻ ഉയർത്താൻ പറയുന്നില്ല, നിങ്ങൾ ഉയർത്താൻ ഇടയാകുമോ എന്നാണ് ചോദിക്കുന്നത്. ഉയർത്തത്തില്ലേ? പാസ്റ്ററിന്റെ ചെവിയിൽ ചെന്ന് പറയുമോ, പാസ്റ്ററെ അറിയാതെ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട്, 10 രൂപ സ്തോത്രാഴ്ചയുടെ കുഴപ്പമില്ല, അങ്ങനെ സ്തോത്രാഴ്ചയിട്ട് കടന്നു പോകും. അടുത്ത തവണ വന്നിട്ട് ഇന്ന് ഞാൻ അറിയാതെ 2 കള്ളം പറഞ്ഞിട്ടുണ്ട്, 20 രൂപ ഇടണം, 20 രൂപ ഇട്ടിട്ട് പോകണം, ഇന്ന് 3 കള്ളം പറഞ്ഞു, 30 രൂപ ഇടണം. അതല്ല, കള്ളത്തിന് പകരമെന്ന് പറയുന്നത് സ്തോത്രകാഴ്ചയല്ല, സംഭാവനയല്ല, പശ്ചാത്താപമാണ്. പശ്ചാത്താപം. തിന്നരുതെന്ന് പറഞ്ഞ ഫലം തിന്നു. അന്നു മുതൽ ദൈവത്തിൻ്റെ വാക്കുകൾ മനുഷ്യൻ കേൾക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം അവന് ബുദ്ധിമുട്ടായി തോന്നുന്നു, കഷ്ടമായിട്ട് കയ്പായി തോന്നുന്നു. അവനത് ഇഷ്ടപ്പെടുന്നില്ല. പിശാചിൻ്റെ വാക്കുകൾ മധുരമായതാണ്. എന്താണ്? സ്നേഹത്തിലൂടെയുള്ള വാക്കുകളായിട്ട് തോന്നും. വേശ്യയുടെ നാവ് ആഴമേറിയ കുഴിയാണെന്നാണ്. ഈ പരസ്ത്രീകളെ നോക്കിയാൽ നിന്നോടുള്ളതായ വ്യാമോഹത്തിൽ എങ്ങുമില്ലാത്തതായ സ്നേഹം കാണിക്കാനിടയാകും. നീ എൻ്റെ അടുക്കൽ വന്നില്ലേ, നിന്നെപ്പോലെ സുന്ദരൻ മറ്റാരും തന്നെ ഇല്ല.
നിന്റെ മുഖം കാണാൻ എത്ര സൗന്ദര്യമുണ്ട്, നിന്റെ ചിരി കാണുവാൻ എത്ര സൗന്ദര്യമുണ്ട്, നിന്റെ മൂക്ക് കാണുവാൻ, നിന്റെ പല്ല് കാണുവാൻ. നീ അപ്പോൾ വിചാരിക്കും, എൻ്റെ ഭാര്യ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇവളാണ് എന്നെ പുകഴ്ത്തി പറയുന്നത്. അങ്ങനെ ഇവളുടെ സ്നേഹവാക്കുകൾ കേട്ടിട്ട് അവൾക്ക് കീഴ്പ്പെട്ടു പോകും. അവസാനമാഴമായ കുഴിയിൽ വീണിട്ട് നീ രക്ഷപ്പെടുകയില്ല. വേശ്യയുടെ വീട് നരകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന പടികളാണെന്നാണ് പറയുന്നത്. വേശ്യയുടെ വീട്ടിൽ ചെല്ലുന്ന വ്യക്തി പാതാളത്തിലേക്ക്, നരകത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ആരുടെ വാക്കാണ് കേൾക്കുന്നത്? നിന്റെ നന്മയ്ക്കു വേണ്ടി മാതാപിതാക്കൾ പറയുന്നതായ വാക്കുകൾ നിനക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നോ? നിന്നെ നശിപ്പിക്കുന്നതായ, ദുശീലം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന നിന്റെ കൂട്ടുകാരൻ്റെ വാക്കുകൾ നിനക്ക് മധുരമായി തോന്നുന്നോ? എത്രയോ ആളുകൾ ഞങ്ങളോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഐ ലവ് യു എന്ന് പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്നു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു, എനിക്ക് അവനോടത്ര ഇഷ്ടമൊന്നുമില്ല, എന്നാൽ അവൻ്റെ സങ്കടം കണ്ടിട്ട്, അവൻ്റെ സ്നേഹം കണ്ടിട്ട് ശരിയെന്ന് പറയുന്നു, എന്നെ വിവാഹം കഴിക്കാമെന്ന് പറയുന്നു. എന്നോടൊപ്പം കറങ്ങി ഞാൻ ഗർഭിണിയാകുവാനിടയായി. വിവാഹത്തിന് കാര്യം പറഞ്ഞപ്പോൾ ചോദിക്കുന്നു, നീ ആരാണെന്ന്. അവൻ എവിടെയോ പോയി, എൻ്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെയായിരിക്കുന്നു. അങ്ങനെ എത്രയോ ആളുകൾ വന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പരസ്ത്രീയുടെയും പരപുരുഷൻ്റെയും വാക്ക് കേൾക്കുന്നത് കൊണ്ട്. മാതാപിതാക്കൾ നിന്റെ നന്മ ആഗ്രഹിക്കുന്നവരാണ്. നിന്റെ ഭർത്താവിൻ്റെ ഉപദേശം, നിന്റെ ഭാര്യയുടെ ഉപദേശം എന്താണ്? ഭാര്യ ഭർത്താവിനോട് നല്ലതാണോ പറയുന്നത്, തീയതാണോ പറയുന്നത്? ഭാര്യമാരായിരിക്കുന്നതായ നിങ്ങൾ തന്നെ പറയുക. നിങ്ങൾ പറയുമോ മദ്യപിച്ചിട്ട് വരിക എന്ന്? ജാഗ്രതയോടെ പോകണം കേട്ടോ. വേഗത്തിൽ വൈകുന്നേരം വീട്ടിൽ വരണമെന്ന് പറയും അല്ലേ? അതോ എപ്പോഴെങ്കിലും വന്നാൽ മതി എന്നാണ് പറയുന്നത്? അതോ സീരിയൽ കഴിയുന്ന സമയത്തേക്ക് വന്നാൽ മതി? അങ്ങനെ പറയുന്നവരും ഉണ്ടായിരിക്കാം. അങ്ങനെ വന്നാൽ പിന്നെ എനിക്ക് സ്വസ്ഥതയും തരില്ല, അതുകൊണ്ട് എപ്പോഴെങ്കിലും വരട്ടെ എന്ന് വിചാരിക്കുമോ? അങ്ങനെ നീ ചിന്തിക്കുകയാണെങ്കിൽ നിന്റെ കുടുംബം യഥാർത്ഥമായ ഒരു കുടുംബമല്ല. ഉത്തമയായ ഭാര്യ എന്താണ് പറയുന്നത്? ജാഗ്രതയോടെ പോയിട്ട് വരിക, വീട്ടിൽ വേഗത്തിൽ വരണം. നിങ്ങൾ വന്നിട്ടേ ഞാൻ ആഹാരം കഴിക്കുകയുള്ളൂ, നിങ്ങൾ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കുവാനിടയാകും. അതല്ലാതെ നീ തിന്നിട്ട് കിടന്നുറങ്ങും, അവനാണെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് കഴിച്ചിട്ട് വരും. ഭാര്യ ഭർത്താക്കന്മാർക്ക്, അങ്ങനെയുള്ളവർക്ക് പിശാച് പിന്നെ പ്രവൃത്തി തുടങ്ങും. പിന്നെ വഴക്കായി, പ്രശ്നമായി, ബഹളമായി. എത്രയോ കുടുംബങ്ങൾക്ക് ഇന്ന് സമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. പിശാച് അവരുടെ ഇടയിൽ പ്രവർത്തിച്ച് കലഹമുണ്ടാക്കുന്നു. എൻ്റെ ഭർത്താവിനെ കൊണ്ട് എനിക്ക് സമാധാനമില്ല, ഭാര്യയോടൊപ്പം എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് എത്രയോ ആളുകൾ പറയുവാനിടയാകുന്നു. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ഇടയിൽ പിശാച് പ്രവർത്തിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇത്രയും ഐക്യത ഇവർക്കുണ്ടായതിൻ്റെ കാരണം എന്താണ്? ആദാമിൻ്റെ വാരിയിൽ നിന്ന് ഒന്നെടുത്തിട്ടാണ് ഹൗവയെ ദൈവം സൃഷ്ടിച്ചത്. അവളുടെ പേരെന്താണ്? ഹൗവ, ഈവ്. അവളെ കണ്ട നിമിഷത്തിൽ തന്നെ, അതിനു മുമ്പ് അവൻ്റെ അടുക്കൽ സിംഹവും കുതിരയും കുറുക്കനും എല്ലാം വന്നു. ഇവയ്ക്കെല്ലാം ആദാമാണ് പേരിട്ടതും. എന്നാൽ ഇവയൊന്നും തന്നെ അവന് തക്കതായൊരു തുണയായില്ല. അതുകൊണ്ടാണ് ദൈവം തക്കതായ തുണയായിരിക്കുന്നതിന് വേണ്ടി സ്ത്രീയെ സൃഷ്ടിച്ചത്. സ്ത്രീയെയും കുറച്ച് മണ്ണെടുത്ത് സൃഷ്ടിക്കുകയായിരുന്നെങ്കിൽ പുരുഷനും സ്ത്രീക്കും തമ്മിൽ ബന്ധമുണ്ടാവുകയില്ലായിരുന്നു. അതുകൊണ്ട് പുരുഷന് ഒരു ഗാഠനിദ്ര വരുത്തി, ക്ലോറോഫോമൊക്കെ കൊടുത്തിട്ട്, അങ്ങനെ ഗാഠനിദ്ര വരുത്തി അവൻ്റെ വാരിയലിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് സ്ത്രീയെ സൃഷ്ടിച്ച് മുൻപിൽ നിർത്തിയപ്പോൾ ആദാമിന് ഭാവന വിടർന്നു. ആഹാ, നരനിൽ നിന്ന് എടുത്തതായ നാരി, എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമായുള്ളവളെ, എൻ്റെ ഭാര്യയെ, എൻ്റെ പ്രിയ ഭാര്യയെ, എൻ്റെ പൊന്നേ, എൻ്റെ ഭാര്യയെ എന്ന് വളരെ സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. നോക്ക്, നിനക്ക് മൂക്കുണ്ട്, എനിക്ക് മൂക്കുണ്ട്, നിനക്ക് കണ്ണുണ്ട്, എനിക്ക് കണ്ണുണ്ട്, അങ്ങനെ പറഞ്ഞ് സന്തോഷിക്കുവാനിടയായി. അതാണ് പറയുന്നത്. അവർ നിഷ്കളങ്കതയോടുകൂടി കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഒരു ഭാരവുമില്ലാതെ, ഒരു ദുഃഖവുമില്ലാതെ വളരെ സന്തോഷത്തോടെ ജീവിക്കുവാനിടയായി. എന്നാൽ പിശാചിന്റെ വാക്ക് കേട്ടുകഴിഞ്ഞ സമയത്ത് രണ്ടുപേർക്കും തമ്മിൽ വഴക്കായി. ആർക്കു തമ്മിലാണ്? അവൾ ആ പഴം ഭക്ഷിച്ചിട്ട് ഭർത്താവിനും കൊടുക്കുവാനിടയായി. രണ്ടുപേരും കഴിച്ചു. ദൈവം വന്ന് ചോദിച്ചു, ആദാമേ. നേരത്തെ ദൈവം വിളിക്കുന്നതിന് മുമ്പേ ഓടി വരുന്നതായ ആളുകളായിരുന്നു. ഇപ്പോൾ മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നവൻ, അവൾ എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. രണ്ടുപേരും ഒരു സ്ഥലത്തല്ല ഒളിച്ചത്. അവൾ ഒരിടത്ത് പോയി, ഇവൻ മറ്റിടത്ത് പോയി. ആദാമേ, നീ എവിടെയായിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, നിന്നെ ഭയപ്പെട്ട് ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിനക്ക് ഭയമുണ്ടാകാനിടയായത്? പാപം മൂലം ഭയമുണ്ടാകുന്നു. പാപം ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ മുഴുവനും ഭയമാണ്. ഭയം കാരണം രോഗമുണ്ടാകുന്നു. രോഗത്തിനുള്ള പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഭയമാണ്.
BP പരിശോധിക്കുന്നതിന് മുൻപ് നിന്റെ BP എത്രയാണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ നിന്റെ BP കൺട്രോളിലായിരിക്കും. എന്നാൽ നീ BP പരിശോധിക്കാൻ അവിടെ ചെന്ന് അത് നിന്റെ കയ്യിൽ ചുറ്റി അയ്യോ എനിക്ക് BP ഉണ്ടായിരിക്കുമോ, അയ്യോ BP ഉണ്ടായിരിക്കുമോ എന്ന് വിചാരിച്ച് അപ്പോൾ BP തന്നെ മുകളിലോട്ട് കയറിപ്പോകും. ഡോക്ടർ പറയും നിനക്ക് ഹൈ BP ആണെന്ന്. അയ്യോ എനിക്ക് ഹൈ BP ആണോ, പിന്നെ അന്ന് മുതൽ നിനക്ക് ഹൈ BP ആണ്. നമ്മുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാർക്ക് BP ഉണ്ടായിരുന്നു, അവരൊന്നും പരിശോധിച്ചിട്ടില്ല, അതുകൊണ്ട് അവർ അനേകകാലം ജീവിച്ചിരിക്കുവാനിടയായി. എന്നാൽ നമുക്ക് BP ഉണ്ടായിരിക്കുമോ എന്ന് ഭയം വന്ന് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് BP കൂടി മരിക്കുകയാണ്. വെറുതെ മരുന്ന് കഴിച്ച് അനാവശ്യ രോഗങ്ങളും വരുത്തുന്നു. അനാവശ്യ ഭയം ഉണ്ടാകുന്നു. പലപ്പോഴും ഡോക്ടർമാർ പറയാറുണ്ട് ഏത് രോഗത്തിൻ്റെയും പ്രധാന കാരണം മാനസികമായ സമ്മർദ്ദമാണ്, മെന്റൽ സ്ട്രെസ് ആണെന്നാണ് പറയുന്നത്. അയ്യോ എന്നെ ആരെങ്കിലും തല്ലുമോ, എന്നെ ആരെങ്കിലും ഉപദ്രവിക്കുമോ, അയ്യോ എനിക്ക് ഭയമാകുന്നു, എൻ്റെ കുടുംബസ്ഥിതി എന്താകും, എൻ്റെ ഭാവി എന്തായിത്തീരും, എൻ്റെ മക്കളുടെ കാര്യം എന്തായിത്തീരും. അങ്ങനെയുള്ളതായ മാനസികമായ ഭാരം മൂലം ഇന്ന് അനേകം ആളുകൾ നിരാശയിലകപ്പെട്ട് വിഷാദത്തിലകപ്പെട്ട് കഴിയുന്നു, ബലഹീനരായി കഴിയുന്നു. ദൈവത്തിന്റെ വചനം കേട്ടാൽ നമുക്ക് ഉത്സാഹമുണ്ടാകും. ദൈവത്തിന്റെ വചനമനുസരിച്ച് നാം നടക്കുകയാണെങ്കിൽ നമുക്ക് ബലമുണ്ടാകും, നമുക്ക് ധൈര്യമുണ്ടായിരിക്കും, ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കും. ദൈവത്തെ അനുസരിക്കുന്നവർ സിംഹത്തെ പോലെ ജീവിക്കും. എന്നാൽ പിശാചിന്റെ വാക്ക് കേൾക്കുന്നവൻ ഭീരുവായി തീരും, ഒന്നിനും കൊള്ളാത്ത വ്യക്തിയായിട്ട് തീരും. അവരുടെ മധ്യയില് സ്നേഹം നഷ്ടപ്പെട്ടു. ഞാൻ തിന്നരുത് എന്ന് കൽപ്പിച്ച ഫലം നീ തിന്നുവോ എന്ന് ദൈവം ചോദിച്ചപ്പോൾ ആദാം എന്താണ് പറഞ്ഞത്? എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമായ എന്റെ ഭാര്യ തന്നപ്പോൾ ഞാൻ കഴിച്ചു എന്ന് കവിത ചൊല്ലിയോ? ആഹാ, എന്താണ് പറഞ്ഞത്? നീ എന്നോട് കൂടെ ഇരിപ്പാൻ തന്നതായ ആ സ്ത്രീ തന്നപ്പോൾ ഞാൻ തിന്നു, ഇല്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ല. ഇവൾ ഒറ്റയൊരുത്തി കാരണമാണ് ഞാൻ ഈ കുഴിയിൽ ചാടിയത്. അവൾ തന്നപ്പോഴാണ് തിന്നത്. എന്താണ്? എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയായവളെന്ന് പറഞ്ഞവൾ നീ എന്നോട് കൂടെ ഇരിപ്പാൻ തന്നവളെന്ന് വിളിക്കുന്നു. എന്റെ ഭാര്യ അല്ലെന്നാണ് പറയുന്നത്, കൂടെ ഇരിപ്പാൻ തന്നവളാണെന്ന്. എന്താണ് ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള ബന്ധം? എന്താണ്? കൂടെ ഇരിപ്പാൻ, കൂടെ വസിപ്പാൻ മാത്രമാണോ ഉള്ളത് അവർ തമ്മിലുള്ള ബന്ധം? എന്താണ്? പലപ്പോഴും കോപം വരുമ്പോൾ നീ പോകൂ എന്നെന്തിനാണ് പറയുന്നത്? അവൻ പറഞ്ഞതിന് മുൻപ് തന്നെ ഞാൻ ഇറങ്ങിപ്പോകുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് നീ എന്താണ് തുണിപ്പെട്ടിയുമായിട്ട് കെട്ടിപ്പെറുക്കി പോകുന്നത്? വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യ പറയണം എവിടേക്കാണ് പോകേണ്ടത്, ഇതാകുന്നു എൻ്റെ വീടെന്ന് പറയണം. അങ്ങനെ പറയണം. അവിടെ തന്നെ ഉറച്ചു നിൽക്കണം. എന്നെ ദുഃഖിപ്പിക്കട്ടെ, എൻ്റെ പണമെല്ലാം തട്ടിയെടുത്തോട്ടെ, എന്നെക്കൊണ്ട് പണിയെല്ലാം ചെയ്യുക. നിന്റെ ഭർത്താവല്ലേ, നിന്റെ മക്കളല്ലേ, നിന്റെ കുടുംബമല്ലേ, അതുകൊണ്ട് നീ തന്നെ കാര്യങ്ങൾ ചെയ്യൂ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ സ്വന്തം ശരീരം പോലെ സ്നേഹിക്കുക. വെളിയിൽ പോയി ഭക്ഷണം കഴിച്ചാൽ നിന്റെ ഭാര്യയ്ക്കും വാങ്ങിക്കൊണ്ടുവരിക. നിങ്ങൾ തന്നെ കഴിക്കരുത്. നീ ബിരിയാണി കഴിച്ചാൽ നിന്റെ ഭാര്യയ്ക്കും ഒരു ബിരിയാണി വാങ്ങിക്കൊണ്ടുവരിക. അതാണ് നിന്നെ പോലെ നിന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത്. ഒരുത്തൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ക്രിസ്മസിന് ഒരു സാരി വാങ്ങിച്ചു കൊടുത്തു. ക്രിസ്മസ് സാരി വാങ്ങിച്ചതാണോ സ്നേഹം? എന്താണ്? ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിലുള്ള ബന്ധം വിട്ടുപിരിയാത്ത ബന്ധമാണ്. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും വിട്ടുപിരിയാത്ത ബന്ധമാണ്. എന്നാൽ പിശാച് എപ്പോഴാണ് കയറുന്നത്? ഭർത്താവിന്റെ കാര്യം എനിക്കറിയില്ലെന്ന് ഭാര്യ പറയും, ഭാര്യയുടെ കാര്യം അറിയില്ല എന്ന് ഭർത്താവ് പറയും. പലപ്പോഴും ഭാര്യ ഭർത്താക്കൻ വഴക്കുണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ അടുക്കൽ വരുന്ന സമയത്ത് ഞങ്ങൾ അവരെ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് സംസാരിക്കാറുണ്ട്. ഭർത്താവിന് ചോദിക്കും എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ പറയും എൻ്റെ ഭാര്യ വളരെ ക്രൂരയാണ്, എന്നോട് മറുതലിച്ചാണ് സംസാരിക്കുന്നത്, ഞാൻ പറഞ്ഞ ഒരു വാക്ക് അനുസരിക്കില്ല, എനിക്ക് ഒട്ടും സഹിക്കുവാൻ കഴിയത്തില്ല. ശരി ഞാൻ നോക്കാമെന്ന് പറയും. അതിനുശേഷം ഭാര്യ വിളിച്ചു ചോദിക്കും. അപ്പോൾ പറയും ഭർത്താവ് ഒരു മൂഢനാണ്, എന്നെ എപ്പോഴും അനാവശ്യമായിട്ട് ഉപദ്രവിക്കും, ഇവനെപ്പോലെയുള്ള ഒരുവൻ ലോകത്തിൽ വേറെ ആരും തന്നെ കാണില്ല എന്ന് ഭാര്യ പറയും. അതായത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക അല്ലാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോപിക്കും, ഭാര്യ അനാവശ്യമായിട്ട് ഉപദ്രവിക്കാറുണ്ട്, ബുദ്ധിമുട്ടിക്കാറുണ്ട്. പാവം എൻ്റെ ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ടാണ് വഴക്കുണ്ടാക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണെങ്കിൽ എത്ര നല്ലതാണ്. അതുപോലെ തന്നെ ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യയും പറയുകയാണ് എന്നോട് ക്ഷമിക്കണം, ഞാൻ പലപ്പോഴും എടുത്തു ചാടി അനാവശ്യമായിട്ട് സംസാരിക്കാറുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പെരുമാറുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയണം. നിന്റെ തെറ്റ് നീ ഏറ്റു പറയുന്നു, നിന്റെ ഭർത്താവിന്റെ തെറ്റ് നീ ഏറ്റു പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയും. എന്നാൽ പിശാചിന്റെ വാക്ക് കേൾക്കുന്നവർ സ്വന്തം തെറ്റ് ഏറ്റു പറയില്ല, മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കുകയുള്ളൂ. അയൽപക്കക്കാർ തമ്മിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവന്റെ കുറ്റമല്ല അവൻ വിളിച്ചു പറയും, അവന്റെ കുറ്റമല്ല ഇവൻ വിളിച്ചു പറയും. അത് കേട്ടു നിൽക്കുന്ന ആളുകളെല്ലാം അയ്യോ ചീച്ചി ഇങ്ങനെയാണോ എന്ന് വിചാരിക്കുവാൻ ഇടയാകും. അതാണ് അവസാനം സംഭവിക്കുന്നത്. നിന്റെ കാര്യങ്ങളെ നീ നോക്കുക.
യേശുവിൻ്റെ അടുക്കൽ വരുന്ന ആളുകൾ അവരുടെ ജീവിതത്തെ തിരിച്ചറിയാനിടയാകും. എൻ്റെ ജീവിതം ശരിയല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ആളുകൾ താഴ്മയുള്ളവരാകും. അവരുടെ പ്രവൃത്തികളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും ആലോചിക്കും അവർ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഞാൻ നിൻ്റെ വാക്ക് കേട്ടിരുന്നില്ല. എന്നോട് നീ ക്ഷമിക്കുമാറാകണമേ. നീ എന്നെ സൃഷ്ടിച്ചതായ എൻ്റെ സൃഷ്ടികർത്താവാണ്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ കൊടുത്തതായ കർത്താവേ, നിനക്ക് നന്ദി കരയറ്റുകയാണ്. എൻ്റെ ശാപത്തെ അഴിച്ചു മാറ്റുവാൻ ക്രൂശിൽ എനിക്ക് വേണ്ടി ശാപമായി തീർന്ന യേശുവേ, നിനക്ക് നന്ദി കരയറ്റുന്നു. ഞാൻ നിന്റെ വാക്ക് കേൾക്കാം കർത്താവേ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ വായി തുറന്ന ഒരു വാക്ക് മാത്രം പറയുക. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ. ഒരു വാക്ക് നീ എന്നോട് സംസാരിക്കണമേ. എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. ഒരു വാക്ക് എന്നോട് സംസാരിക്കണമേ കർത്താവേ. നീ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യാം. ഞാൻ നിന്നെ അനുസരിക്കാം കർത്താവേ. നിന്റെ ഹിതമനുസരിച്ചു കൊണ്ട് തന്നെ ജീവിക്കാം. എൻ്റെ ഭാര്യയോട് ഞാൻ സ്നേഹത്തോടെ പെരുമാറാം. എൻ്റെ ഭർത്താവിനോട് ഞാൻ ക്ഷമ ചോദിക്കാം. എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ക്ഷമ ചോദിക്കാം. ഞാൻ തട്ടിയെടുത്ത കാര്യങ്ങളെ തിരികെ കൊടുത്തേക്കാം കർത്താവേ. ഞാൻ അന്യായം ചെയ്തതോർത്ത് ക്ഷമ ചോദിക്കാം കർത്താവേ. എൻ്റെ തെറ്റുകൾ ഞാൻ ഏറ്റുപറയുകയാണ് കർത്താവേ. ഈ ദിവസം മുതൽ നീ എന്നോട് ക്ഷമിക്കുമാറാകണമേ. ഈ ദിവസം മുതൽ നീ എൻ്റെ നാവിനെ ശുദ്ധീകരിക്കണമേ. ഇനിയും ഞാൻ കള്ളം പറയില്ല കർത്താവേ. നീ പറയുന്നത് അനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കാം എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നീ ഞങ്ങളെ ദർശിക്കണമേ. ഇന്ന് കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ആശ്രയമില്ല, ഞങ്ങൾക്ക് സഹായമാരുമില്ല. നീയാകുന്നു ഞങ്ങളുടെ സഹായം. നീയാകുന്നു ഞങ്ങളുടെ പിതാവ്. നീയാകുന്നു ഞങ്ങളുടെ ദൈവം. നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നിന്റെ മക്കൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിന്നെ വിളിക്കുകയാണ് കർത്താവേ. അവരുടെ ശബ്ദത്തെ നീ കേൾക്കണമേ. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണമേ. തളർന്നു പോവുകയാണ് കർത്താവേ. ജീവിതമെല്ലാം നശിച്ചു പോയിരിക്കുന്നു. ആരോഗ്യമെല്ലാം നശിച്ചു പോയിരിക്കുന്നു. ജീവിതം വഴിതെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരെ കാണണമേ കർത്താവേ. നീ സ്വർഗീയ ശക്തി അവരുടെ ജീവിതത്തിലേക്ക് പകരണമേ. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ഞാനാകുന്നുവെന്ന് അവരോട് പറയണമേ. അവർക്ക് സൗഖ്യം കൊടുക്കണമേ. അവർക്ക് മാരകമായ രോഗങ്ങളുള്ളവരുണ്ട്. അങ്ങനെ ഭാരപ്പെടുന്നതായ എല്ലാ ആളുകളെയും ഇന്ന് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുകയാണ് പിതാവേ. ഏത് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലാണോ പിശാച് കയറിയിട്ട് അവരുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തി, സ്വസ്ഥത നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്, വേർപിരിയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ടോ, വേർപിരിഞ്ഞ് പല സ്ഥലങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ടോ, അങ്ങനെയുള്ളവരെ ഈ സമയത്ത് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഐക്യപ്പെടുത്തുകയാണ്. അവരുടെ മധ്യയിലേക്ക് നീ ഇറങ്ങി വന്നിട്ട് നീ പറഞ്ഞതനുസരിച്ച്, നീ പറയുന്നത് വിശ്വസിച്ച് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ നീ നന്മ കൊടുക്കണമേ. ചിന്ന ഭിന്നമായി പോകുന്ന എല്ലാ കുടുംബത്തെയും, പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബത്തെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിച്ചെടുക്കുകയാണ് പിതാവേ. പാപത്താൽ വരുത്തിവെച്ച രോഗം, ശാരീരിക ബലഹീനതകൾ, പിതാക്കന്മാരുടെ തെറ്റുകൾ, എത്രയോ പേർ പറയുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വളർച്ചയില്ല, ഞങ്ങളുടെ കുഞ്ഞിന് ഫിക്സ് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. കൊച്ചുകുട്ടികൾ ഈ രോഗത്താൽ ഭാരപ്പെടുന്നു കർത്താവേ. യൗവനക്കാർ പോലും ഈ ഫിക്സിനാൽ ഭാരപ്പെടുന്നു. അത് ഏത് കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് പിശാചിന്റെ പ്രവൃത്തിയാണെങ്കിൽ അങ്ങനെയുള്ള ഭാരത്താൽ വേദനിക്കുന്നതായ എല്ലാവരെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സമയത്ത് വിടുവിക്കുകയാണ് പിതാവേ. എല്ലാ മക്കൾക്കും വിടുതൽ കൊടുക്കുമാറാകണമേ. എല്ലാ കുടുംബത്തിനും സൗഖ്യം കൊടുക്കുമാറാകണമേ. എല്ലാ സഭയെയും അനുഗ്രഹിക്കണമേ. ഭിന്നത കൂടാതെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതായ സഭയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുവാൻ നീ എല്ലാവരെയും സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി മുൻപോട്ട് പോകുവാൻ, എല്ലാവരും ദൈവ പൈതലായി തീരുവാൻ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ നിന്റെ കൃപ സമൃദ്ധിയായി ഞങ്ങളുടെ മേൽ പകരുമാറാകണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും, പ്രത്യേകിച്ച് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ
ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ